ബയോഎൻടാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലക്സ് ടിഷ്യൂസിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സൈലം ടിഷ്യൂസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ രണ്ടാം പോർഷനായിട്ടുള്ള ഫ്ലോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യത്തെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അധിക വേഗത്തിൽ വീഡിയോയിലേക്ക് പോകാം. ഫ്ലോയം ഫ്ലോയം കണ്ടുപിടിച്ച ഒരു ടേമുമായി ബന്ധപ്പെട്ട് വരുന്നൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് നഗേലി. അതുപോലെ തന്നെ സൈലത്തിൻ്റെതും നഗേലി അസോസിയേറ്റഡ് ആണ്. ഫ്ലോയത്തിൻ്റെ നമുക്ക് ആദ്യം കുറച്ചൊരു എൻട്രൻസ് പോയിന്റ് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ എലിമെൻറ്റ് പരിചയപ്പെടാം. ഫസ്റ്റ് പറയുന്നത് ജിംനോസ്പേംസിലും ടെറിഡോഫൈറ്റ്സിലും കോമൺ ആയിട്ട് ജനറലൈസ് പറഞ്ഞാൽ സീവ് സെൽസും അതുപോലെ തന്നെ പാരൻഗേമിയാണ്, അതായത് ഫ്ലോയം പാരൻഗേമിയാണ് കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ ചില ജിംനോസ്പേംസിൽ ഫൈബേഴ്സും കണ്ടുവരുന്നുണ്ട്. പിന്നെ ആൻജിയോസ്പേംസ് വെച്ച് നോക്കിയാൽ എല്ലാ എലിമെൻറ്റ്സും കണ്ടുവരുന്നുണ്ട്. ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം, പക്ഷേ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഈ ഒരു ടേംസ് നമുക്ക് ഈ ഒരു പോയിന്റ്സ് നമ്മൾ നോക്കേണ്ടത്. അതായത് ജിംനോസ്പേംസിലും ടെറിഡോഫൈറ്റ്സിലും സീവ് സെൽസും അതുപോലെ തന്നെ പാരൻഗേമിയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ ചില ജിംനോസ്പേംസ് ഫൈബേഴ്സും കണ്ടുവരുന്നുണ്ട്. ആൻജിയോസ്പേംസിലാണ് 4 എലിമെൻറ്റ്സ്, അതായത് സീവ് സെൽസ്, കമ്പാനൻ സെൽസ്, പിന്നെ ഫ്ലോയം പാരൻഗേമ, ഫ്ലോയം ഫൈബേഴ്സ് എല്ലാം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള സീവ് സെൽസിനെ പരിചയപ്പെടാം. ഫ്ലോയത്തിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് കോമ്പണൻ്റ് ആണ് സീവ് ട്യൂബ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് എലമെൻറ്റ്. ഫ്ലോയത്തിൻ്റെ മെയിൻ ആയിട്ട് കണ്ടക്റ്റിംഗ് എലമെൻറ്റ് പറയുന്നത് ഈ സീവ് ട്യൂബ്സ് ആണ്. അതുകൊണ്ട് ഇതിന് സീവ് എലമെൻറ്റ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ സീവ് എലമെൻറ്റ്സും സീവ് ട്യൂബ്സ് എന്ന് പറഞ്ഞാലും ഒരേ ടേം തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് കുറേ ഓപ്പണിങ്സ്, അതായത് സീവ് ട്യൂബിന് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി കുറേ ഓപ്പണിങ്സ് ഉണ്ടാവും, അതിന് പെർഫറേഷൻസ് എന്ന് പറയും. അങ്ങനെ ഒരുപാട് കളക്ഷൻ ഓഫ് പെർഫറേഷൻസ് ഉള്ള ഭാഗത്തിന് സീവ് ഏരിയാസ് എന്ന് പറയും. ഈ സീവ് ഏരിയാസിൽ ഒരുപാട് ഓപ്പണിങ്സ് ഉള്ളത് അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ് ചെയ്യുന്നത് കാലോസ് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ് ഒരു കവറിങ് ഉണ്ടാക്കുന്നത്. പിന്നെ സീവ് പ്ലേറ്റ് എന്നൊരു ടേം ഇതിൽ ചിലപ്പോൾ കണ്ടുവരാം. അതായത് ഈ ഓരോ സീവ് എലമെൻറ്റ്സും കണക്ട് ചെയ്യുന്ന സെപ്റ്റൈൻ ഒരു ബൾജ് ചെയ്തിട്ട് ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ടാവും, ഒരുപാട് പെർഫറേഷൻസ് ഉള്ള ഭാഗം, അതിനാണ് സീവ് പ്ലേറ്റ് എന്ന് പറയാം. പിന്നെ ചില പ്ലാന്റ്സിൽ ഈ സീവ് എലമെൻറ്റ്സിന് ഒരു നല്ല കട്ടിയുള്ളൊരു വാളുണ്ട്, തിക്ക് വാൾ ഉണ്ടാവും. അതിന് പറയുന്ന പേരാണ് നെയ്ക്കർ വാൾ. പിന്നെ സീവ് എലമെൻറ്റ്സിൽ കണ്ടുവരുന്നൊരു സ്ലൈമിഷ് ആയിട്ടുള്ള ഒരു ബോഡി, ഒരു കണ്ടൻസ് സിക്രീറ്റ് ചെയ്യുന്ന ഒരു കോമ്പണൻ്റ് ആണ് സ്ലൈം ബോഡീസ്. അപ്പോൾ സ്ലൈം ബോഡീസ് സീവ് എലമെൻറ്റ്സിൽ കണ്ടുവരാറുണ്ട്. ഇത് ന്യൂക്ലിയസ് ഒക്കെ ഇതിനില്ല, ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പാനൻ സെൽസ് ആണ്. അപ്പം ബേസിക്കലി ഡെഡ് സെൽസ് ആണ് ഒരു സീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫ്ലോയത്തിൻ്റെ രണ്ടാമത്തെ കോമ്പണൻ്റ് ആണ് കമ്പാനൻ സെൽസ്. കമ്പാനൻ സെൽസ് എന്ന് പറഞ്ഞാൽ സീവ് എലമെൻറ്റ്സ് അല്ല, അത് സീവ് സെൽസുമായിട്ട് ഒരു വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കണ്ടന്റ് ആണ് കമ്പാനൻ സെൽസ്. ശരിക്കും പറഞ്ഞാൽ സീവ് എലമെൻറ്റ്സ് അഥവാ സീവ് സെൽസിന് ന്യൂക്ലിയസ് ഇല്ല, ഡെഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചെയ്യുന്നത് കമ്പാനൻ സെൽസ് ആണ്. കാരണം ഇതിന് ലിവിങ് ന്യൂക്ലിയസും അതേപോലെ തന്നെ ലിവിങ് പ്രോട്ടോപ്ലാസ്റ്റ് ഉള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ മദർ സെല്ലിൽ നിന്ന് ഉണ്ടായതാണ്. അതായത് സീവ് എലമെൻറ്റ്സും കമ്പാനൻ സെൽസും ഒറ്റ മദർ സെല്ലിൽ നിന്ന് ലോഞ്ചിറ്റ്യൂഡൽ ഡിവിഷൻ നടന്നിട്ട് ഉണ്ടായ പ്രൊഡക്റ്റാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സീവ് എലമെൻറ്റ്സുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് അസോസിയേഷനിൽ ഉണ്ടാകുന്ന സാധനമാണ് കമ്പാനൻ സെൽസ്. പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു എൻട്രൻസ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ആൻജിയോസ്പേംസിനാണ് അധികം കണ്ടുവരില്ല. ആൻജിയോസ്പേംസിൽ മാത്രമേ കണ്ടുവരാറുള്ളൂ. ജിംനോസ്പേംസിലും അതുപോലെ തന്നെ ടെറിഡോഫൈറ്റ്സിലും കണ്ടുവരാറില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൻജിയോസ്പേംസിൽ കമ്പാനൻ സെൽസ് സീവ് എലമെൻറ്റ്സുമായിട്ട് മാത്രം അസോസിയേറ്റ് ഉണ്ടാകുന്നത്, അത് രണ്ടും വേറെ വേറെ തന്നെ ഉണ്ടാവില്ല. പക്ഷേ ചില കേസിൽ ഒറ്റയ്ക്ക് കമ്പാനൻ സെൽസ് ഉണ്ടാവാറുണ്ട്. അത് പ്രൈമറി ഫ്ലോയത്തിലും അതുപോലെ തന്നെ ഹെർബേഷ്യസ് പ്ലാന്റ്സിലാണ് കണ്ടുവരാറ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കമ്പാനൻ സെൽസിൽ നമുക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാനുള്ളത്. ഫ്ലോയത്തിൻ്റെ മൂന്നാമത്തെ കോമ്പണൻ്റ് ആണ് ഫ്ലോയം പാരൻഗൈമ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിൽ പാരൻഗൈമ വരുന്ന അതേ സാധനം തന്നെയാണ് ഇതിൽ വരുന്നത്. ലിവിങ് ആയിട്ടുള്ളത്, ഓഫ് കോഴ്സ് ലിവിങ് ആയിട്ടുള്ള സെല്ലാണ്, കാരണം പാരൻഗൈമ ലിവിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇത് മോണോകോട്ടിൽ ആബ്സെൻ്റ് ആണ്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കാരണം ജിംനോസ്പേംസിലും ടെറിഡോഫൈറ്റ്സിലും അതുപോലെ തന്നെ ആൻജിയോസ്പേംസിലും ഡൈക്കോട്ട്സിൽ ഫ്ലോയം പാരൻഗൈമയുണ്ട്. പക്ഷേ ആൻജിയോസ്പേംസിലുള്ള മോണോകോട്ട്സിൽ ഫ്ലോയം പാരൻഗൈമ കണ്ടുവരാറില്ല. എക്സെപ്ഷൻസ് ഉണ്ടാവാം, പക്ഷേ ജനറലൈസ് പറഞ്ഞാൽ ആബ്സെൻ്റ് ഇൻ മോണോകോട്ട്സ് ആണ്. പിന്നെ 2 ടൈപ്പുള്ള ഫ്ലോയം പാരൻഗൈമ സിസ്റ്റംസ് കമ്പോസ് ചെയ്യാറുണ്ട്. അതായത് 2 സിസ്റ്റത്തിൽ കണ്ടുവരാറുണ്ട്. ഒന്ന് വെർട്ടിക്കൽ സിസ്റ്റം, മറ്റേത് ഹൊറിസോണ്ടൽ സിസ്റ്റം. ഈ വെർട്ടിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ കണ്ടക്ഷന് വേണ്ടി സഹായിക്കുന്നതും അതുപോലെ തന്നെ ഹൊറിസോണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ട്രാൻസ്വേഴ്സ് റേഡിയൽ കണ്ടക്ഷന് വേണ്ടി സഹായിക്കുന്നതാണ്. അതിൻ്റെ മെയിൻ കോമ്പണൻ്റ് എന്ന് പറയുന്നത് റേ പാരൻഗൈമയാണ്. പിന്നെ ബയോളജിയിൽ എക്സെപ്ഷണൽ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചില ഡൈക്കോട്ടുകളിൽ ഫ്ലോയം പാരൻഗൈമ കണ്ടുവരാറില്ല. അതിൻ്റെ എക്സാമ്പിളാണ് റണങ്കുലസ്. ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. റണങ്കുലസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിൽ പാരൻഗൈമ കണ്ടുവരാറില്ല. അതുപോലത്തെ എക്സെപ്ഷൻസ് ഉണ്ടാവുന്നത് മെയിനായിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്ലോയം പാരൻഗൈമയിൽ ഫോക്കസ് ചെയ്യാനുള്ളത്.
ഫ്ലോയത്തിൻ്റെ ലാസ്റ്റ് കോമ്പണൻ്റ് ആയിട്ടുള്ള ഫ്ലോയം ഫൈബേഴ്സ്. ഇത് നമ്മൾ സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂസിൽ സ്ക്ലീറ എൻഗേജ്മെൻറ്റിൽ ഫൈബേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതാണ് ഡെഡ് ആയിട്ടുള്ള സെൽസ് ആണ്. അപ്പോൾ ഇതും ഡെഡ് ആയിട്ടുള്ള സെൽസ് ആണ്. കണ്ടക്ഷൻ അല്ല മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. പ്ലാന്റ്സിൻ്റെ ആ ഒരു ഭാഗത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതിന് സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫ്ലോയം ഫൈബേഴ്സിന് മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫൈബേഴ്സിന് ലിഗ്നിഫൈഡ് വോൾസ് ഉണ്ടാവുക. അതായത് സാഫ്രൻ വെച്ച് സ്റ്റെയിൻ ചെയ്ത് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ലിഗ്നിഫൈഡ് സെൽ വോൾസ് ഉണ്ടാവുക. പക്ഷേ അത് ചില എക്സെപ്ഷൻസ് ഉണ്ട്. കനാബീസിൻ്റെ കേസ് ആണെങ്കിൽ ലിഗ്നിഫൈഡ് വോൾസ് ഉണ്ടാവുക. പക്ഷേ ലിനം അല്ലെങ്കിൽ ലിനം എന്ന് പറഞ്ഞ ചെടിയിൽ നോൺ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള വോൾസ് ഉണ്ടാവുക. അപ്പോൾ ഈ പോയിന്റ് ലിനം എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ലിനം എന്നുള്ള ചെടിയിൽ നോൺ ലിഗ്നിഫൈഡ് ആയിട്ടുള്ള വോൾസ് ഉണ്ടാവുക ഫൈബേഴ്സിന്. പിന്നെ ഫ്ലോയം എന്നുള്ള ടേം ചിലപ്പം കണ്ടുവരാറില്ല. ചിലപ്പോൾ ബാസ്റ്റ് എന്നുള്ള ടേം ഉണ്ടാവും. ഈ ബാസ്റ്റ് എന്നുള്ള ടേം ഫ്ലോയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അതുകൊണ്ട് ഫ്ലോയം ഫൈബേഴ്സിനെ ബാസ്റ്റ് ഫൈബേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കോംപ്ലക്സ് ടിഷ്യൂ സിസ്റ്റത്തിൽ പറയാനുള്ളത്. അതായത് സൈലത്തിനെ പറ്റി പറഞ്ഞു, ഫ്ലോയത്തിനെ പറ്റിയും ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ് പറഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ bioentac@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കണ്ടുവരുന്നവരെ ബൈ.